ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സ്ട്രൈറ്റ് പാൻറ്റാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റിൻ്റെ തുണീനെ നീളത്തിൽ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മുടെ പാൻറ്റ് തയ്ക്കുന്ന വീഡിയോസ് നിറയെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതൊരു സ്ട്രൈറ്റ് പാൻറ്റാണ് കേട്ടോ. ആദ്യം നമ്മൾ ഒരു 2 ഇഞ്ച് വീതിയിൽ ആദ്യം ഹിപ്പിൻ്റെ ഭാഗത്ത് മടക്കി കൊടുക്കണം. ഫ്രണ്ടും ബാക്കും തന്നെയാണ് വെട്ടണത് കേട്ടോ. എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് എലാസ്റ്റിക് വരുന്ന മേൽവശത്ത് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ 1 ഇഞ്ച് ആണെങ്കിൽ 1.5 ഇഞ്ച് മടക്കി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണ് എലാസ്റ്റിക് വെച്ചാൽ അതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴോട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഹിപ്പ് സൈസ് നമ്മൾ 36 ഉള്ള ഒരു കസ്റ്റമറുടെയാണ്. 36 ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 4 ഭാഗമായിട്ട് എടുക്കുക. അപ്പോൾ 9 വരും. 4 ഭാഗം എടുക്കുക. അപ്പോൾ 9 + 2 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി ചേർക്കുമ്പോൾ 11 ഇഞ്ച് മാർക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുകൾ വശത്ത് 11 മാർക്ക് ചെയ്യുക. അതേപോലെ താഴ്വശത്തേക്കും 11 മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കേവ് ലൈന് വരുമല്ലോ, നമ്മുടെ ഇങ്ങനെ ക്രോച്ച് ലെങ്ത്ത് വരയ്ക്കുന്ന പോലെ. അപ്പോൾ അവിടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാലിൻ്റെ അടിവശം വരുന്നത് വരെ. എന്നിട്ട് നമ്മൾ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ആം ഹോളിലൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കില്ലേ, അതുപോലെ ആം ഹോളിൻ്റെ അതേപോലെ തന്നെ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണം വെച്ചാൽ ആ ലെങ്ത്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 36 ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ എന്താ പറയുക, അടിയിൽ എന്തെങ്കിലും നമ്മളൊരു ഡിസൈൻ കൊടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ബിറ്റ് ഉള്ളിൽ കൊടുക്കാനേ ഈ തുണിയിൽ പറ്റുള്ളൂ. കാരണം ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് അടിയിൽ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ, സൈഡിലൊരു ഓപ്പണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ഇഞ്ച് ബിറ്റ് തുണീനെ അടിയിലേക്ക് കൊടുത്തിട്ട് മടക്കി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, 11 ഇഞ്ച് അളവ് കൊടുത്തിട്ടുണ്ട്, 13 വരുന്നുണ്ട്. 13ൻ്റെ പാതി നമ്മൾ 6.5 മാർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ താഴെ നമ്മൾ കാൽവശം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെയും അതുപോലെ 6.5 നമ്മൾ മാർക്ക് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മുടെ കാലിൻ്റെ ചുറ്റളവ് നമുക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഒരു 2.25 2.25 ആകുമ്പോൾ 5.5. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിന് 2 സൈഡും 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6.5 എടുക്കുക അടി സൈഡ് കേട്ടോ. അതേപോലെ മുകൾ വശത്ത് നിന്ന് നമ്മൾ കേവ് ലൈന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കേവ് ലൈനിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു വളഞ്ഞ് സ്ട്രൈറ്റ് ആയിട്ട് വരയാണ്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞ് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ 11 മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഇതിലേക്കും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇത്ര ഉള്ളു പരിപാടി. നമുക്ക് കാലിൻ്റെ അടിവശം എത്ര വേണം ലൂസ് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് എടുത്തോളൂ. ഞാനിപ്പോൾ 6.5 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ ഒരു 7.5 അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് 2 ബിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫ്രണ്ട് പീസ്. നമുക്ക് പാൻറ്റിൻ്റെ ഫ്രണ്ട് ബിറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് വശം തനിയെ കുറച്ചുകൂടെ വലിയ സൈസായിരിക്കും. അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ? ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെട്ടി മാറ്റുക. ഫ്രണ്ടും ബാക്കും മാറരുത്. ഫ്രണ്ട് നമ്മൾ കുറച്ച് വലിയ സൈസാണ്, അത് ശ്രദ്ധിച്ച് വെട്ടണം കേട്ടോ. കണ്ടോ? ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പീസ് വരുന്നുണ്ടോ, ബാക്കി ലെങ്ത്ത് പീസ്, അതിന് ബാക്ക് പീസായിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ബിറ്റ് ഉണ്ടല്ലോ, അതിന് ഇതിൻ്റെ മേൽവശത്ത് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മൾ മേൽവശത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഈ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് 2 ഇഞ്ചോളം നമുക്ക് വലിയ സൈസാണ്. ഒരു സൈഡ് 2 ഇഞ്ചോളം ലൂസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് മേൽവശത്തേക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി പൊങ്ങി നിൽക്കണം. നമ്മുടെ ബാക്ക് സൈഡ് കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് തുണിയില്ലാത്തതുകൊണ്ട് ഞാനൊരു കട്ടിംഗ് ബിറ്റ് 2 ഇഞ്ചിൻ്റെ കട്ടിംഗ് ബിറ്റ് ബാക്ക് പീസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുത്ത് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് ബിറ്റിലോട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇതുപോലെ 2 ഇഞ്ചാണ് ഞാൻ ഇതിന് ഈ വശത്ത് ലൂസ് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് ബിറ്റിൽ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്താക്കിയിട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് നമ്മൾ വരച്ചു കൊടുക്കുക. നമ്മുടെ ബാക്കിൻ്റെ സ്ട്രൈറ്റ് പാൻറ്റും ഇതുപോലെ സിഗരറ്റ് പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ ബാക്ക് കുറച്ച് തൂങ്ങി നിൽക്കണം, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ തോന്നും. അതിനാണ് ബാക്ക് ബിറ്റിൽ 2 ഇഞ്ചോളം നമ്മൾ ലൂസ് കൊടുത്തിട്ട് ഒരു ക്രോസ് ലൈൻ പോലെ കൊടുത്ത് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കുറച്ച് തൂക്കിയെടുക്കുന്നത്. അതിനാണ് നമ്മൾ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മേലോട്ട് എടുക്കുന്നത് കേട്ടോ. ഈ വശത്ത് മാത്രം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. മറ്റേ സൈഡ് ഒന്നും ചെയ്യരുത് കേട്ടോ. അതേപോലെ തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു ക്രോസ് ലൈന് വരച്ചു കൊടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റുക. അതേപോലെ ഈ സൈഡ് കറക്റ്റായിരിക്കണം കേട്ടോ. ഈ സൈഡ് കറക്റ്റും മറ്റേ സൈഡ് 2 സൈഡ് കൂട്ടിയെടുത്താലും മതി. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. ബിഗിനേഴ്സായ കുട്ടികൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട്